ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും MRA സിഗ്നേച്ചർ ഫാക്ടറി കണ്ടപ്പോൾ തന്നെ തോന്നിക്കാണും ഫുഡ് അടിക്കാൻ ഇവിടെ പോയ വീഡിയോ ആണെന്നല്ലേ. ഫുഡ് അടിക്കാൻ മാത്രമല്ല, ഒരു വലിയൊരു പ്രധാനപ്പെട്ട ഒരു ദിവസമായിരുന്നെന്ന്. എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ ചേട്ടൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ നാളല്ല, ഡേറ്റ് വരുന്ന ദിവസമായിരുന്നു. അപ്പോൾ എനിക്ക് വലിയ ഗിഫ്റ്റും കാര്യങ്ങളൊന്നും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനൊരു സർപ്രൈസായിട്ടൊരു ഗിഫ്റ്റ് പോലെ ആൾക്ക് ഓർത്ത് വെക്കാൻ കണക്കാക്കി ഒരു ഗിഫ്റ്റ് പോലെ ഞാൻ കൊടുത്തതാണ്. വേറെ ഒന്നുമല്ല, ആളുടെ അച്ഛനും അമ്മയും എൻ്റെ അച്ഛനും അമ്മയൊക്കെ വിളിച്ച് ചെറിയ രീതിയിൽ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു ചെറിയൊരു ട്രീറ്റും ഒരു ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തായിരുന്നു. അപ്പം ഒരുപാട് നാളത്തേക്ക് ശേഷമാണ് ആളുടെ അച്ഛനും അമ്മയും എൻ്റെ അച്ഛനും അമ്മയൊക്കെ ഒത്തുകൂടുന്നത്. കുറേ സാഹചര്യങ്ങൾ കൊണ്ട് മാറി നിന്നിട്ട് ആൾക്ക് എനിക്ക് കൊടുക്കാൻ പറ്റിയൊരു ഗിഫ്റ്റ് പോലെ എനിക്ക് തോന്നി. അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തില്ല. കാരണം എന്ന് വെച്ചാൽ ചേട്ടൻ്റെ അച്ഛനും അമ്മയും വരുന്ന കണ്ടിട്ട് ചേട്ടൻ പറഞ്ഞു, ഇവരൊക്കെ ഈ രാത്രി എവിടെ പോകുന്നു എന്നൊക്കെ ചോദിച്ചു. ചേട്ടൻ്റെ അമ്മ പോകുന്ന കണ്ടിട്ടൊക്കെ ചോദിച്ചു, ഈ രാത്രി എവിടെ പോകുന്നു എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അവരെവിടെയെങ്കിലും പോട്ടെ, ചേട്ടൻ എന്താ, നമുക്ക് പോവാം. അങ്ങനെ ഒന്നും പ്രതീക്ഷിക്കാതെ ചേട്ടൻ അവിടെ ചെന്ന് പോയപ്പോൾ നോക്കിയപ്പോൾ എല്ലാവരും അവിടെ നിൽക്കുന്നു. ചേട്ടൻ സത്യമായിട്ട് സർപ്രൈസ്ഡ് ആയി. പക്ഷേ ആളുടെ ഫേസിൽ അത് അത്രത്തോളം വരത്തില്ല കേട്ടോ, ഇത്രയൊക്കെ തന്നെ കിട്ടത്തുള്ളൂ. അപ്പോൾ ആൾ ഹാപ്പിയായി. എനിക്ക് അത്രയും മതി ആൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുക. കാരണം ഞാനിപ്പോൾ ഇത്രയും ഹാപ്പി ആയിട്ട് സ്റ്റിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ആൾ തന്ന സപ്പോർട്ടും എല്ലാം കൊണ്ടിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആൾക്ക് എന്ത് ഗിഫ്റ്റ് കൊടുത്താലും എനിക്ക് മതിയാവില്ല. എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ കൊടുത്തു ഗിഫ്റ്റ്. അപ്പം ഇതിലൊരു അസൂയുള്ള ഒരാളിവിടെ നിൽപ്പുണ്ട് കേട്ടോ, വേറെ ആരുമില്ല, എൻ്റെ മോൻ ഇതൊന്നും ഇഷ്ടമല്ല, അസൂയപ്പെട്ട് നിൽക്കുകയാണ്. എന്നാലും ഞാൻ MRAയിൽ ലാസ്റ്റ് നിമിഷമാണ് കേട്ടോ വിളിച്ച് പറഞ്ഞത്. ലാസ്റ്റ് ടൈം വിളിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡെക്കറേഷനും കാര്യങ്ങളൊന്നും പറ്റില്ല, വേറൊരു ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ റിക്വസ്റ്റ് ചെയ്തപ്പോൾ അവർ ഓക്കെ ചെയ്തു തരാമെന്ന് പറഞ്ഞ് പെട്ടെന്ന് അവർ സെറ്റ് ചെയ്തതാണ്. ചെറിയ രീതിയിൽ സെറ്റ് ചെയ്ത കേട്ടോ. എനിക്ക് ചെറിയ രീതിയിലാണ് അവർ സെറ്റ് ചെയ്ത് തന്നെങ്കിലും എൻ്റെ മനസ്സിലൊരു വലിയ ഗിഫ്റ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മൾ അവിടെ ഇരുന്ന് കുറേ നേരം സംസാരിച്ചിട്ടൊക്കെ ഇരുന്നു. പിന്നെ രണ്ടുപേരുടെ ഫാമിലി ഉള്ളതുകൊണ്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. നൈറ്റായിരുന്നു കേട്ടോ. കുറച്ച് നേരം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഇരുന്നത്. കണ്ടോ എൻ്റെ മോൻ്റെ ഫേസ് കണ്ടോ, മോൻ അത്ര ഇഷ്ടമായിട്ടില്ല, ഈ സംഭവങ്ങളൊന്നും ഇഷ്ടമായിട്ടില്ല. ഇതിലുള്ളതിൽ ഹാപ്പി അല്ലാത്ത മോൻ മാത്രമേ ഉള്ളൂ കേട്ടോ. കാരണം അച്ഛൻ്റെ ബർത്ത്ഡേ ആഘോഷിച്ചാൽ മോൻ അത് ആഘോഷിച്ചില്ലെങ്കിൽ ഭയങ്കര വിഷമമാണ്. അപ്പോൾ അടുത്ത ബർത്ത്ഡേക്ക് വലിയ ഗ്രാൻഡായിട്ട് അവൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കണം എന്നാണ് അവൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ദൈവം സഹായിച്ച് നമുക്കെല്ലാം നല്ല രീതിയിൽ കൊണ്ടുപോകാം. ചെറിയ കുഞ്ഞു ഹാപ്പി ആയിട്ടുള്ള മൂമെൻറ്റ്സ് എനിക്ക് എപ്പോഴും എൻ്റെ ലൈഫിൽ അത് വലുതായിട്ട് കൊണ്ടുപോകണം എന്നാഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ നിങ്ങളും അതുപോലെ നിങ്ങളുടെ കുഞ്ഞു ഹാപ്പിനെസ്സൊക്കെ വലുതായിട്ട് വയ്ക്കാൻ നോക്കുക. അപ്പോൾ നമ്മുടെ ചേട്ടൻ്റെ ബർത്ത്ഡേ ഫംഗ്ഷനൊക്കെ ഞാൻ കുഞ്ഞായിട്ടും വലിയ രീതിയിലൊക്കെ ആഘോഷിച്ചു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ചേട്ടനും ഓക്കെ പറഞ്ഞ് ചേട്ടൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ചേട്ടനെ അറിയാതെ ഞാൻ പ്ലേ ചെയ്യുന്നുണ്ട് കേട്ടോ. சிக்கி நீக்கிரு குமாரி, என் நெஞ்சு விம்மி பம்மி நீக்கிரு குமாரி, என் வார்த்தை கடலொற்றி வைத்ததே, நான் தோற்று போவேன் என்று அஞ்சியே, என் பெருமையெல்லாம் ஒற்றி வைக்கிறேன். சுகுமாரி சுகுமாரி, என் மனம் ஒரு மலரடி மலருக்குள் அது தடி குமாரி, என் காதல் சிக்கி நீக்கிது குமாரி, என் நெஞ்சு விம்மி பம்மி நீக்கிது குமாரி, என் வார்த்தை